എല്ലാ വിദ്യാർത്ഥിനികൾക്കും പുതിയൊരുവീഡിയോയിലേക്ക് സ്വാഗതം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 6ാം സെമസ്റ്റർ ബിരുദ പരീക്ഷ ഏപ്രിൽ മാസം 3-ന് ആരംഭിക്കാൻ പോവുകയാണ്. റിസൾട്ട് ഏപ്രിൽ മാസം അവസാനത്തോടെ പ്രസിദ്ധീകരിക്കും. വിശദമായ വാർത്തയിലേക്ക് പോകാം. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥി ഉണ്ടെങ്കിൽ തീർച്ചയായും അടിക്കണ്ട മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്തതിനൊപ്പം നോട്ടിഫിക്കേഷൻ ബെല്ലിലുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്യാനും ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ട് തീർച്ചയായും ലൈക്കും കൂടി ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോയ്ക്ക് തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും. അപ്പോൾ നമുക്കിതിനെ വളരെ സുപ്രധാനവും വളരെ പ്രാധാന്യം അറിയിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 6ാം സെമസ്റ്റർ ബിരുദ പരീക്ഷ ഏപ്രിൽ മാസം 3-ന് ആരംഭിക്കും. ഏപ്രിൽ മാസം 3-ന് പരീക്ഷ ആരംഭിക്കുമ്പോൾ റിസൾട്ട് എപ്പോഴായിരിക്കും വരിക എന്ന് പല വിദ്യാർത്ഥികളും ചോദിക്കുന്നുണ്ട്. വിദ്യാർത്ഥികൾക്ക് എക്സ്പാക്റ്റായിട്ട് ഏപ്രിൽ മാസം അവസാനത്തിൽ അല്ലെങ്കിൽ മെയ് മാസം ആദ്യ വാരത്തിൽ തന്നെ വിദ്യാർത്ഥികൾക്ക് റിസൾട്ട് പ്രതീക്ഷിക്കാം. കാരണം കണ്ണൂർ യൂണിവേഴ്സിറ്റി ഓൾറെഡി മാർച്ച് മാസം 17-ാം തീയതി 6ാം സെമസ്റ്റർ ബിരുദ പരീക്ഷ ആരംഭിച്ചു. അതുമാത്രമല്ല 6ാം സെമസ്റ്റർ എന്ന് പറയുന്നത് ഏത് യൂണിവേഴ്സിറ്റിയുടെ കാര്യം എടുത്താലും, ഇപ്പോൾ നമ്മൾ കണ്ണൂരായാലും കേരള ആയാലും കാലിക്കറ്റ് ആയാലും MG ആയാലും ഏത് യൂണിവേഴ്സിറ്റിയുടെ കാര്യം എടുത്താലും കോളേജിലെ സീനിയർ വിദ്യാർത്ഥികളുടെ പരീക്ഷയാണ്. അത് ഇനി അവർക്കൊരു സെമ്മില്ല. ഈ 6ാം സെമസ്റ്ററും കൂടെ കഴിയുന്നതോടെ ഡിഗ്രി പഠനം അവസാനിക്കുകയാണ്. അവരുടെ ഡിഗ്രി കംപ്ലീറ്റ് ആവുകയാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് PG അല്ലെങ്കിൽ ഭാവിയിലേക്ക് ജോലിക്കും മറ്റാവശ്യങ്ങൾക്കൊക്കെ ആയിട്ട് പോകാൻ വേണ്ടി, അല്ലെങ്കിൽ ഉപരിപഠനത്തിന് വേണ്ടി PG B.Ed പോലുള്ള ഹയർ സ്റ്റഡീസിന് പോകാൻ വേണ്ടി, അപ്പോൾ അവർക്കെന്ന് പറഞ്ഞാൽ ഡിഗ്രിയുടെ റിസൾട്ട് ആവശ്യമാണ്. റിസൾട്ട് മീൻസ് 6ാം സെമസ്റ്റർ ബിരുദ പരീക്ഷയുടെ റിസൾട്ട് വരേണ്ടത് അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ 6ാം സെമസ്റ്റർ ബിരുദ പരീക്ഷയുടെ കാര്യത്തിൽ അധികം വൈകിച്ചുകൊണ്ട് പോകാൻ യൂണിവേഴ്സിറ്റിക്ക് കഴിയില്ല. ഞാൻ ഇപ്പോഴും പറയുകയാണ്, 6ാം സെമസ്റ്റർ പറഞ്ഞാൽ കോളേജിലെ സീനിയർ വിദ്യാർത്ഥികളുടെ ഇനി അവർക്കൊരു കണ്ടിന്യൂഷൻ ഇല്ല. ഇനി അവർക്ക് ഫർദർ സ്റ്റഡീസ്, അതുമാത്രമല്ല ജോലി മറ്റു കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് പോകേണ്ടവരാണ്. അതുകൊണ്ട് തന്നെ ഇനി അവർക്കൊരു കണ്ടിന്യൂഷൻ ഇല്ല. അതുകൊണ്ട് തന്നെ അവരുടെ കാര്യത്തിൽ യൂണിവേഴ്സിറ്റി കൂടുതൽ ഉത്തരവാദിത്തം എടുത്ത് പെട്ടെന്ന് തന്നെ വേണ്ട നടപടിക്രമങ്ങളെല്ലാം എടുത്ത് പെട്ടെന്ന് തന്നെ എല്ലാ പ്രൊസീജിയറും യൂണിവേഴ്സിറ്റി പൂർത്തീകരിക്കും. എന്തായാലും വിദ്യാർത്ഥികൾക്ക് റിസൾട്ട് ഏപ്രിൽ മാസം അവസാനത്തോടു കൂടി അല്ലെങ്കിൽ മെയ് മാസം ആദ്യ വാരത്തിൽ തന്നെ വിദ്യാർത്ഥികൾക്ക് റിസൾട്ട് പ്രതീക്ഷിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മൈ നെയിം ഈസ് കരീത, ഫൗണ്ടർ ഓഫ് സ്കറിയ ഫോർ ദ കരിയർ ഗൈഡൻസ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.